പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോളേജിൽ ത്രിദിന ക്യാമ്പ് ആരംഭിച്ചു. വിട്ട ടിപ്പർ ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് നിസാര പരിക്ക്. BSNL മേള ഇരിങ്ങാലക്കുടയിൽ. സൗജന്യ യൂണിഫോം വിതരണം നടന്നു. പനി തൃശൂർ ജില്ലയിൽ മൊബൈൽ മെഡിക്കൽ യൂണിറ്റ്. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുട ജ്യോതിസ് കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ത്രിദിന വ്യക്തിത്വ വികസന ക്യാമ്പ് ആരംഭിച്ചു. യോഗ, സൈക്കോളജി, ടീം ബിൽഡിംഗ്, ടൈം മാനേജ്മെന്റ്, ബിസിനസ് എറ്റിക്കറ്റ്, സക്സസ് പ്ലാൻ, ഗോൾ സെറ്റിംഗ് എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്രൈസ്റ്റ് കോളേജ് NAC കോർഡിനേറ്റർ ഡോക്ടർ കെ ബേബി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ പ്രൊഫസർ AM വർഗീസ് അധ്യക്ഷത വഹിച്ചു. കാത്തലിക് സെന്റർ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ സെബാസ്റ്റ്യൻ അമ്പൂക്കൻ, ജ്യോതിസ് കോളേജ് ഡയറക്ടർ ജോസ് ജി ചിറ്റിലപ്പിള്ളി എന്നിവർ സംസാരിച്ചു. അരുൺ S സ്വാഗതവും കീർത്തി EU നന്ദിയും പറഞ്ഞു. ചിന്നൻ പൈനാടത്ത് ശ്രീമതി ബീന ധർമ്മൻ, പ്രൊഫസർ രാജീവ് ചുരി, ജോസ് ജി ചിറ്റിലപ്പിള്ളി, ശ്രീമതി ലത സേവ്യർ, KL ജോസ് മാസ്റ്റർ എന്നിവർ ക്ലാസുകൾ നയിക്കും. M കൃഷ്ണകുമാർ, ബ്ലെസി സാജു, വിപിൻ PK, K ചാരി, ടിബ K ബാബു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകുന്നു. ഇരിഞ്ഞാലക്കുടയ്ക്ക് സമീപം തൊമ്മാനയിൽ നിയന്ത്രണം വിട്ട മിനി ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് നിസാര പരിക്കേറ്റു. ചാലക്കുടിയിൽ നിന്നും കാർലത്തേക്ക് പോവുകയായിരുന്ന നിസാൻ ലോറിയാണ് നിയന്ത്രണം വിട്ട് റോഡിന്റെ ഒരു വശത്തേക്ക് മറിഞ്ഞത്. മുപ്പിളിയം സ്വദേശി ഫ്രാൻസിസ് ആയിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:20 അപകടമുണ്ടായത്. BSNL മേള ഇരിഞ്ഞാലക്കുടയിൽ ആരംഭിച്ചു. ജൂൺ 9 ബുധനാഴ്ച 10 മുതൽ 5 വരെയാണ് മേള നടക്കുന്നത്. ഡാണാവിലെ കസ്റ്റമർ കെയർ സെന്ററിൽ നടക്കുന്ന മേളയിൽ ഉപഭോക്താക്കൾക്കായി നിരവധി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുട PG സെന്ററിന്റെ 27ാം വാർഷികം പ്രമാണിച്ച് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 27 നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ യൂണിഫോം വിതരണം നടന്നു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഇരിഞ്ഞാലക്കുട നഗരസഭ വൈസ് ചെയർമാൻ സതീഷ് പുളിയത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. PG സെന്റർ ഡയറക്ടർ പ്രൊഫസർ ജോബ് മുഖ്യാതിഥിയായിരുന്നു. ഹയർ സെക്കൻഡറി വിഭാഗം ഡയറക്ടർ ഷാഫി അധ്യക്ഷത വഹിച്ചു. മോളി KV, T ഗിരി, CS അബ്ദുൽ ഹഖ് എന്നിവർ സംസാരിച്ചു. പനി പടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. ഒരു ഡോക്ടർ, സ്റ്റാഫ് നഴ്സ്, അറ്റൻഡർ എന്നിവർ യൂണിറ്റിലുണ്ടാകും. കൂടാതെ കൊതുക് നിയന്ത്രണ യൂണിറ്റ് 46 പേരടങ്ങുന്ന സംഘമായി പ്രവർത്തനം തുടങ്ങി. പനി പടരാതിരിക്കാനും കൊതുകുകളെ നിയന്ത്രിക്കാനും DMO വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുട താലൂക്ക് ആശുപത്രിയിലും പനി ബാധിച്ചു വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.